ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുമായിട്ടാണ്. ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ച് ഹെൽത്തിയായ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ തുടങ്ങിയാലോ? അതിനുവേണ്ടി ആദ്യം നമുക്ക് ഗരം മസാല റെഡിയാക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല കരിഞ്ഞു പോകാത്ത വിധത്തിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇളം ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചില്ലിൻ്റെ കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുക. അല്ലെങ്കിൽ അത് കേടുവന്ന് പോകാനൊക്കെ സാധ്യത കൂടുതലായി. ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. അതിനുവേണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്ത 1 കിലോ ചിക്കനാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് എന്നിവ നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ഞാൻ അത്യാവശ്യം എരിവുള്ള 11 പച്ചമുളക്, മീഡിയം സൈസ് ഇഞ്ചി, 16 വെളുത്തുള്ളി എന്നിവയാണ് കേട്ടോ എടുത്തത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, പിന്നെ 1 തക്കാളി, അതും കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നമുക്ക് രണ്ടാമതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 സ്പൂൺ തൈരും കൂടി ചേർക്കണം. ഞാനത് പിന്നീടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ബിരിയാണിയിലേക്കുള്ള മസാലയിലേക്കായി 5 വലിയ ഉള്ളിയും 1 തക്കാളി എടുക്കുക. നമ്മൾ നേരത്തെ 1 തക്കാളി അരച്ചിട്ടിട്ടുണ്ട്, അതിൻ്റെ പുറമെയാണ് കേട്ടോ 1 തക്കാളിയും കൂടി എടുക്കുക. അത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിലിടുക. എന്നിട്ട് ആ ഉള്ളിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ച് തീ ഓഫാക്കി വെക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് ഉള്ളി വേവിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബിസ്ത റെഡിയാക്കാം. അതിനുവേണ്ടി 4 വലിയുള്ളിയും ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണ് നമ്മളത് നന്നായിട്ട് വിടർത്തിയിടുക ഉള്ളി. അങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം ഉള്ളി നന്നായി വഴന്ന് കിട്ടും, വളരെ പെട്ടെന്ന് തന്നെ. ഇതേപോലെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് വിടർത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി. ഇനി നമുക്ക് ഈ ഉള്ളി മാറ്റി വെക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് പാനിലിട്ടതിന് ശേഷം 2 സ്പൂണ് കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് തുറന്ന് നോക്കുമ്പോൾ നോക്കിക്കുക, ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഉള്ളിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുമുണ്ട്, പിന്നെ കരിഞ്ഞു പോയിട്ടുമില്ല കേട്ടോ. അതിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 സ്പൂണ്, അതായത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇനി അത് അടുപ്പത്ത് കിടന്ന് ആയിക്കോളൂ കേട്ടോ. നമുക്ക് മൂടി വെച്ചതിന് ശേഷം ചിക്കൻ അവിടെ നിന്നാവട്ടെ. അതേസമയം തന്നെ നമുക്ക് മറ്റേ അടുപ്പ് കത്തിച്ചിട്ട് ഇനി ബിസ്തയ്ക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഞാൻ ബിസ്തയ്ക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്നത് ഓയിലാണ്. അതിനുവേണ്ടി ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മുന്തിരി മൂപ്പിച്ചെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം. എപ്പോഴും തീ കുറച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക്
ഇത് രണ്ടും ആയതിന് ശേഷം ഉള്ളി കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മൂത്ത് കിട്ടില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ഉള്ളി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ 2-3 ലോട്ടായിട്ട് ഇട്ടിട്ടാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത്. ദമ്മിടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇവിടെ ചിക്കന് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ ഓയിലും ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് ഇപ്പോഴാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 സ്പൂണ് ഡാൽഡയും 1 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഡാൽഡ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ പാകത്തിന് വെന്തത് കൊണ്ട് അത് നമ്മൾ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കാനാക്കാം. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ കൈമ റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് ട്രിപ്പിൾ മാൻ കൈമ കിട്ടുക അത് വാങ്ങുന്നതാണ് ഏറ്റവും നന്നാവുക. ഈ അരി ഇനി 2-3 പ്രാവശ്യം നന്നായിട്ട് കേകിയതിന് ശേഷം ഒരു 15 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അരി കുറച്ച് സോഫ്റ്റായി കിട്ടും. നമ്മളിപ്പോൾ എടുത്തത് 1 കിലോ അരിയാണ്. അത് ഈ കപ്പിന് 1 കപ്പ് അരിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ അതിന് 2 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അതിനുശേഷം അരി നന്നായിട്ട് ഊറ്റി ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഡാൽഡയോ ഇനി അതല്ല നെയ്യാണെങ്കിൽ നെയ്യോ, ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചാൽ ഞാൻ ഇവിടെ ഡാൽഡയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അതായത് ഒരു 3 സ്പൂണ് ഓയിലെല്ലാം കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് പെരിഞ്ചീരകം, ബേ ലീഫ്, പട്ട, കാറാമ്പു എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. റൈസ് വേവുന്ന സമയത്ത് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം, വെന്തുണ്ടോ പാകത്തിനായിട്ടുണ്ടോ നോക്കാം. ഞാനൊരു 25 മിനിറ്റോളം വേവിച്ച ശേഷം തുറന്ന് നോക്കിയ സമയത്ത് പാകത്തിനായിട്ടുണ്ടായിരുന്നു. പിന്നെ തീ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പാലിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് മാറ്റി വെക്കുക. പിന്നെ പിസ്ത, അണ്ടിപ്പരിപ്പ്, മുന്തിരി എടുക്കുക. കുറച്ച് നെയ്യ് എന്ത് ചെയ്യുക, നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച പിസ്തയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ്റെ മസാല 1 കിലോത്തിൻ്റെതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതെല്ലാം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത, മല്ലിയില, പുതിന ഇല എല്ലാം കൂടി മിക്സ് ചെയ്തത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മൊത്തമായിട്ട് തട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ 1 കിലോൻ്റെ റൈസല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അത്രയ്ക്ക് ഇടാനേ ഉള്ളൂ, 2 ലെയറായിട്ടൊന്നും ഇടാനില്ല. അതിനുശേഷം ബാക്കി വന്ന എല്ലാ സാധനങ്ങളും കൂടി, അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത, മല്ലിയില, പുതിന ഇല, പിന്നെ കുറച്ച് നെയ്യും 1 സ്പൂണോളം നെയ്യും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി മുകളിൽ തൂകിയതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത പാലും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിലാക്കിയിട്ട് തൂകി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. നമ്മൾ നല്ല അത്യാവശ്യം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ലിഡ് തന്നെ വെച്ചിട്ട് മൂടി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. ദമ്മിടാൻ വേണ്ടി പഴയ ദോശക്കല്ലാണ് നമ്മൾ അടുപ്പത്ത് വെക്കുക.
അതിനുശേഷം ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ദമ്മിട്ട് കൊടുക്കാനുള്ള പാത്രം എടുത്തു വെക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കുക. ഇതേപോലെയാണ് കേട്ടോ ഞാൻ ദമ്മിട്ട് കൊടുത്തത്. ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ച് ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ദമ്മിടാനുള്ള പാത്രം അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ ലിഡിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.